നമസ്കാരം. സിയാറ്റിൽ ഫ്രീ തിങ്കേഴ്സിന്റെ സീസൺ 1 ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് മൈത്രേയൻ സാറാണ്. കേരളത്തിലെയും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വളരെ സുപരിചിതനായ ഒരു സോഷ്യൽ ഇന്റലക്റ്റ് ആണ് നമ്മുടെ മൈത്രേയൻ സാർ. താങ്ക് യു. നമ്മൾ ഇത്തവണ ഒരു 6ഓളം ഇവിടുത്തെ മലയാളികളുടെ ചോദ്യങ്ങളാണ് നമ്മുടെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം നമുക്ക് തന്നിരിക്കുന്നത് പുലിക്കൂട്ടം ക്രിക്കറ്റ് ക്ലബ്ബ്, വാഷിംഗ്ടൺ മാത്രമല്ല മൊത്തം അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ മലയാളി ക്രിക്കറ്റ് ക്ലബ്ബായ പുലിക്കൂട്ടത്തിൽ നിന്ന് എൽജോ ആണ് രണ്ടാമത്തെ ചോദ്യം തന്നിരിക്കുന്നത്. ചോദ്യത്തില് എല്ലാ ഇമിഗ്രൻസിനും ഒരു ഡൗട്ട് ആയിരിക്കാം ഇത്. നമ്മൾ ഇമിഗ്രൻസിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ചോദ്യമായിട്ട് അത് കൺസിഡർ ചെയ്യുന്നത്. അതില് കേരളത്തിൽ അല്ലെങ്കിൽ മറ്റു രാജ്യത്ത് ജനിച്ചു വളർന്ന അച്ഛനും അമ്മയും അമേരിക്കയിൽ വന്നതിന് ശേഷം ഇവിടെ ഉണ്ടാകുന്ന കുട്ടി, ആ കുട്ടി വളരുന്നത് ഇവിടുത്തെ സ്കൂളിൽ, ഇവിടുത്തെ കൾച്ചറിൽ, ഇവിടുത്തെ രീതിക്കാണ്. പക്ഷെ ആ കുട്ടിയുടെ നിറം മറ്റു രാജ്യത്തുള്ള കേരളത്തിലുള്ള നമ്മുടെ നിറമായിരിക്കാം. അതുപോലെ ആ കുട്ടി കഴിക്കുന്ന ഭക്ഷണവും കുട്ടി ഇടപഴകുന്നത് മാതാപിതാക്കള്, അവരുടെ ബന്ധുക്കളെല്ലാം മറ്റു രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ ആ കുട്ടിക്ക് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകില്ലേ? അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നേരിടാം എന്നുള്ളതാണ് ചോദ്യം എൽജോ തന്നിരിക്കുന്നത്. അതിന് മൈഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ വന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ ജാതി നിൽക്കുന്ന സ്ഥലമല്ലേ ആണ്. അപ്പൊ പിന്നെ ഈ പറയുന്ന ഐഡന്റിറ്റി പ്രശ്നം അവിടെ അന്നേ ഉണ്ടായതല്ലേ. തീർച്ചയായിട്ടും ജനാധിപത്യം ഭരണഘടനാപരമായി ഉണ്ടായപ്പോ തന്നെ എല്ലാവർക്കും തുല്യനീതി എന്ന് പറയുന്നത്, നിയമത്തിന്റെ മുമ്പിൽ നമ്മൾ തുല്യരാണ് എന്ന് ഡിക്ലെയർ ചെയ്തപ്പോ വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് ചെന്നപ്പോൾ അയ്യങ്കാളിക്ക് പിടിച്ചു കയറ്റിക്കൊണ്ട് ചെല്ലേണ്ടി വരുന്നു എന്നുള്ള കാര്യമൊക്കെ മറന്നു വരുന്നു. അതിന് ഈ മൈഗ്രേറ്റ് ചെയ്ത് വേറെ രാജ്യത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ പറയുന്ന പ്രശ്നം നമ്മൾ കൺഫ്രണ്ട് ചെയ്യാം. അപ്പോ അത് പുതിയൊരു നിയമം, പുതിയൊരു ലോകവീക്ഷണമാണ്. നമ്മൾ നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ്. അതുവരെ നമ്മളൊരു 10,000 വർഷമായിട്ട് രാജാക്കന്മാര് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മൾ തുല്യരല്ലെന്നാണ്. നമ്മുടെ എല്ലാ മതങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മൾ തുല്യരല്ലെന്നാണ്. ദൈവം വ്യത്യസ്തമായി ചോസൻ ഫ്യൂവിനെ കുറച്ചുപേരെ ഉണ്ടാക്കിയ, ബാക്കിയുള്ളവരെയൊക്കെ അങ്ങനെ അല്ല ഉണ്ടാക്കിയെന്നും ഒക്കെ പഠിപ്പിച്ച് കാലിയയിൽ നിന്നും തുടയിൽ നിന്നും തോളത്തു നിന്നും വായിൽ നിന്നും ഒക്കെ ഉണ്ടായെന്നുള്ള കഥയൊക്കെ പഠിപ്പിച്ചതാണ് നമ്മളെ ഈ തുല്യമല്ല നമ്മൾ എന്ന് പഠിപ്പിച്ച് നമ്മളെ കീഴടക്കിയായിരുന്നു അതുവരെയുള്ള സമ്പ്രദായം നിന്നിരുന്നത്. അപ്പൊ അത് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് കൂടുതലായിട്ട് അനുഭവിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ പോലുള്ള രാജ്യങ്ങളിനകത്ത് തുല്യനീതി എവിടെ ഉണ്ടാക്കിയോ അവിടെ എല്ലാം ഈ പറയുന്ന ഐഡന്റിറ്റി പ്രശ്നങ്ങളും ഇതേ പ്രോബ്ലംസും കൺഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മനുഷ്യൻ ഒരു സ്പീഷീസ് ആണെന്നുള്ള അറിവ് നമ്മൾ ക്ലാസ് റൂമിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആ കൊടുത്തു തുടങ്ങുന്നത് വഴി നമ്മൾ ആഫ്രിക്കയിൽ ഉണ്ടായതാണ്. ഭാഗ്യത്തിന് നമ്മൾ ആഫ്രിക്കയിൽ ഉണ്ടായത് എന്ന് തന്നെ പറയണം. അതുകൊണ്ട് ഈ വെളുത്ത തൊലി എന്തോ സ്പെഷ്യലാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് വളരെ കയറി വരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വെളുത്ത തൊലിയും കറുത്ത തൊലിയും ഉള്ളവരൊക്കെ ആയി മാറിയത്. മറ്റേതങ്ങനെയല്ല. കറുത്തവരായിരുന്ന എല്ലായിടവും പോയപ്പോൾ സ്വാഭാവികമായി അധികം വെയിലില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ സെലക്ഷൻ എന്ന് പറയുന്നത് ലൈറ്റ് സ്കിൻ ഉള്ളതാണ് ആരോഗ്യകരമായി മാറുന്നത്. എന്ന് പറഞ്ഞാൽ മെലാനിൻ കുറയുന്നത് വഴി വൈറ്റമിൻ ഡി കൂടുതൽ കിട്ടും എന്നുള്ളത് കൊണ്ടും, മറ്റേ മെലാനിൻ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ വരാതിരിക്കാൻ കറുത്ത സ്ഥലത്ത് കഴിഞ്ഞാൽ ഭൂമധ്യരേഖയെ ജീവിക്കുന്നവർക്ക് ക്യാൻസർ വരാതിരിക്കാനാണ് കറുത്ത് നടന്നിരിക്കുന്നതെന്നൊക്കെ ഉള്ള അറിവും കൂടെ അതിന്റെ കൂടെ വരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അറിവുകൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ എങ്ങനെയാണ് വ്യത്യസ്തരായത്, ഒരു കുലമായിരിക്കുന്ന മനുഷ്യർ എങ്ങനെ വ്യത്യസ്തരായിരിക്കുന്നതെന്ന് ക്ലാസ് റൂമുകളിൽ പഠിപ്പിക്കുന്നത് വഴിയാണ് ആ നിലവാരത്തിൽ ആ പ്രശ്നങ്ങളെ നമുക്ക് അഡ്രസ് ചെയ്യാനൊക്കെ. ഇത് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു വള്ളത്തെ കയറി അങ്ങോട്ട് പോയി കറുത്തവരെ കാണുമ്പോൾ ഇഷ്ടമില്ലെന്നോ അല്ലെങ്കിൽ വെളുത്തവരെ കാണുമ്പോൾ ഷോക്ക് അടിച്ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളെല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കുമെന്ന് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഒരു വീട്ടിൽ തന്നെ 5 പേരുണ്ടെങ്കിൽ 5 പേരും 5 തരത്തിലിരിക്കുകയും 5 തരത്തിൽ പെരുമാറുകയും ചെയ്യുന്നവരും കൂടാണ് നമ്മൾ. അവിടെ തന്നെ എല്ലാ വീട്ടിനകത്ത് തമ്മിൽ സ്വത്തിന്റെ മേളിൽ തർക്കം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ജാതിയെ പറ്റിയോ മതത്തിനെ പറ്റിയോ സംസാരിക്കാറില്ല. അപ്പൊ അവിടെ എങ്ങനെ തർക്കം ഉണ്ടാകും? മൈഗ്രേറ്റ് ചെയ്തിട്ടാണോ വീടുകളിനകത്ത് സിവിൽ കോടതിയിൽ കേസ് കിടക്കുന്നത്? അല്ല, ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ് അവിടെ എല്ലാം അഡ്രസ് ചെയ്യുന്നത്. വ്യത്യസ്തരായ ആൾക്കാര്, 2 പേർ എന്ന് പറയുന്നവര് തമ്മിൽ എങ്ങനെ ജീവിക്കും? അത് ആണും പെണ്ണും പോലും അല്ല. നമ്മള് ഏകോദര സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വാക്കൊക്കെ പറയുമെങ്കിലും
ബൈബിളിനകത്ത് കായനെ കൊന്നത് ആരാണ്? അല്ല, കായൻ ആരെയെ കൊന്നതെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ ഉം. അത് കാരണം കൊണ്ട് ഈ പറയുന്ന സാധനം മൈഗ്രേഷൻ ഒന്നും ആവശ്യമില്ല, ഒരു കാര്യമില്ല. ഉം. അപ്പൊ അതുകൊണ്ടാണ് രണ്ടുപേര് തമ്മിൽ ജീവിക്കുക എന്ന് പറയുന്നതിന്റെ പ്രശ്നം ഏത് തരത്തിലുള്ള വ്യത്യാസങ്ങളെയും മുഴപ്പിച്ച് കാണിച്ച് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്ന് പറയുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായത് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ്. അല്ലാതെ എല്ലാ സ്ഥലത്തും എല്ലാ മനുഷ്യരും ഇത്തരത്തിൽ തന്നെ പെരുമാറുകയും ഇതുപോലുള്ള മേല് കീഴുള്ള മൂല്യബോധത്തിലായിരുന്നു നമ്മൾ ഇത്രയും നാൾ ഈ കഴിഞ്ഞ ഒരു 10,000 വർഷമായിട്ട് നമ്മൾ പരിശീലിപ്പിക്കപ്പെട്ട് ജീവിച്ച് നമ്മൾ പഠിപ്പിക്കുന്ന കഥകളിനകത്തും കവിതയ്ക്കകത്തും ദൈവം അങ്ങ് മുകളിലിരിക്കുകയും എന്നിട്ട് അവിടുന്ന് ആളുകളെ പറഞ്ഞു വിടുകയും അല്ലെങ്കിൽ അവതരിക്കുകയും ഒക്കെ എല്ലാം താഴോട്ടാണ്. താഴെ മേല് കീഴുള്ള മൂല്യബോധത്തിൽ കഴിഞ്ഞിരുന്നിടത്ത് തുല്യതാബോധം വരുമ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഈ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുള്ളൂ. അല്ലാതെ അതൊരു സവിശേഷ പ്രശ്നമൊന്നുമല്ല. അത് സവിശേഷ പ്രശ്നമായിട്ട് നിങ്ങളിപ്പോ ചോദിക്കുന്നത് നമ്മളിപ്പോ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കാരണം കൊണ്ട്. ഇപ്പൊ ഇയാളാണെന്നുണ്ടെങ്കിൽ കണ്ടാല് ഇന്ത്യക്കാരുടെ കണക്കിന് നല്ല വെളുത്ത ആളാ, ആണ്. പക്ഷെ അമേരിക്കക്കാർക്ക് വെളുത്ത പോരാ. അല്ല അല്ല അത് അങ്ങനെയാണ്. പക്ഷെ നമുക്ക് തീരെ ഇവിടുത്തെ എനിക്ക് ഇവിടെ അമേരിക്കൻ ഇന്ത്യൻസ് ഒരുപാടും ഇല്ലാതെ കറമ്പന്മാരെന്ന് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ഉം. ശരിയാണ് ഏഹ് ശരി. അല്ല, ഞാനതിൽ അപ്പൊ കുറച്ചുകൂടി ഡീറ്റെയിൽ അതായത് ഇപ്പം ഹനുമാൻ കൈൻഡ് ആ അറിയാം. ആ ഒരു ജനറേഷൻ അല്ലെങ്കിൽ മനസ്സിലായി. വളർന്നേക്കുന്ന അവരെ നമ്മൾ വിളിക്കുന്ന ഒരു ചെല്ലപ്പേര് അല്ലെങ്കിൽ ഒരു പേര് എന്ന് പറയുന്നത് ABCD എന്നാണ്. അമേരിക്കൻ അതെ കൺഫ്യൂസ് ഡേസി. അതായത് അവർ ഇവിടുത്തെ എല്ലാ ഭാഷയും ഇവിടുത്തെ എല്ലാ കൾച്ചറും ട്രഡീഷനും എല്ലാം ചെയ്ത് നല്ലൊരു റാപ്പറാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ക്ലച്ച് പിടിക്കാൻ പറ്റാതെ വരികയും പക്ഷേ വലിയൊരു കേരള അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹം വലിയൊരു അക്സെപ്റ്റൻസ് കൊടുക്കുകയും ഇപ്പൊ ലോകമെമ്പാടും അദ്ദേഹത്തിന് വളരെ നല്ല രീതിയിൽ കരിയർ സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ജേർണി നോക്കുവാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ ഇന്ത്യൻ പാരന്റ്സിന് ഉണ്ടായ ഇവിടെ ജനിച്ച ഒരു വ്യക്തിയാണ്, ഇവിടുത്തെ ഒരു സിറ്റിസൺ ആണ്. പക്ഷെ ഇവിടത്തെ ഒരു റാപ്പറിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ റൂട്ട്സ് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ജന്മദേശമായിട്ടുള്ള സ്ഥലത്തേക്കാണ്. അപ്പം ആ ഒരു വ്യത്യാസത്തിനെ നമുക്ക് ഐഡന്റിറ്റി അല്ല, ക്രൈസിസ്. ഞാൻ പറഞ്ഞ വ്യത്യാസങ്ങൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ വിഷ് ചെയ്ത് അവേ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ ഈ പറയുന്നത്. അതൊരു വീടിനകത്ത് 5 കുട്ടികളുണ്ടായ 5 പേരും 5 തരത്തിൽ പെരുമാറും എന്നുള്ള കാര്യം നമ്മൾ അറിയണ്ടേ? തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇത് അമേരിക്കയിൽ വരുമ്പോൾ അമേരിക്കക്കാര് വന്നവരോട് പെരുമാറുന്ന മോശമായിട്ട് പെരുമാറുന്ന കാര്യം മാത്രമല്ല, വീടുകളിലെല്ലാം ഇത് ചെയ്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഡിസ്ക്രിമിനേഷൻ മനുഷ്യര് വളരെ സഹജമായി, കാരണം അപ്പുറത്തിരിക്കുന്ന ആളിനേക്കാളും ഒരു ഇഞ്ച് മേളിലാണ് ഞാനെന്ന് പറയണമെന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണ് വ്യക്തികളായി നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. കോഓപ്പറേഷൻ ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ചില സ്പേസസ് നമുക്ക് വരും. അത് ലഭ്യത ഒന്നേ ഉള്ളു എങ്കിൽ 2 പേരുണ്ടെങ്കിൽ അവര് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. അതിന് ഈ പറയുന്ന വ്യത്യാസങ്ങളൊന്നും തന്നെ ആവശ്യമില്ല അത് എക്സാജറേറ്റ് ചെയ്ത് വരാൻ. ഇവിടെ ഇവിടെ എന്താണ് റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും തമ്മിൽ എങ്ങനെ ഇലക്ഷൻ നടത്തുക? അവര് 2 പേരും വെളുത്തവരും ഒക്കെ ആളായിരിക്കുമല്ലോ. അപ്പോൾ ഈ പറയുന്ന പ്രശ്നമെല്ലാം വരും. പക്ഷെ കമലാ ഹാരിസ് നിൽക്കുമ്പോ പെണ്ണിന്റെ കാര്യം പറയപ്പോ അത് നമ്മൾ മറക്കരുത്. അപ്പൊ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിന് എന്ത് പറ്റും എന്ന് അന്വേഷിക്കുന്ന ഒരു വശം മനുഷ്യർക്കുണ്ട്. അത് വീട്ടിനകത്ത് അച്ഛന്റെ അമ്മയുടെയും പ്രിയപ്പെട്ട ആളായി മാറാൻ വേണ്ടിയുള്ള കോമ്പറ്റീഷനിലായിരിക്കും സിബ്ലിങ്സ് മുഴുവനുള്ളത്. ഈ സാധനം വൈഡറായി വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതെല്ലാം എന്ത് വേണേലും ഉപയോഗിക്കും. അത് നമ്മുടെ സ്കിന്നിന്റെ കളർ തൊട്ട് പൊക്കത്തിന്റെ കാര്യം പറയുന്നത് തൊട്ട് ബുദ്ധിയുടെ കാര്യം പറഞ്ഞിട്ടോ എന്ത് വേണേലും പറയുന്ന ഞാൻ പറയുന്നത്. ഏതാണോ അവൈലബിൾ ആയിരിക്കുന്നത് എല്ലാം ഉപയോഗിച്ച് അപ്പുറത്തിരിക്കുന്ന ആളെ രണ്ടാമതാക്കി എടുക്കുക എന്ന് പറയുന്നതിന് നിൽക്കുന്ന കോമ്പറ്റീറ്റീവ് ആയ സ്പേസസ് നമുക്ക് ജീവിതത്തിലുണ്ട്. ആ സ്ഥലങ്ങളിൽ ഈ മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമായിട്ട് അതിനെ കണ്ടുകൂടാന്നാണ് ഞാൻ ഈ പറയുന്നത്. അത് എല്ലാ സ്ഥലങ്ങളിലും നിലനിൽക്കും എന്നാണ് പറയുന്നത്. മറ്റ് സമൂഹങ്ങളായി നിൽക്കുന്നിടത്ത് മുഴുവൻ നിൽക്കും. ഇപ്പൊ അവിടെ കേരളത്തിനകത്തോ അല്ലെങ്കിൽ ഇന്ത്യയിലെ സംവരണത്തിനെ പറ്റി ഭയങ്കര വഴക്കുണ്ടാക്കത്തില്ല. അതെന്താണ് ഈ വരുന്നത്? ഇതേ സാധനമാണ്. സവിശേഷമായ സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് തോന്നിപ്പോകും. എന്നാൽ ആയിരക്കണക്കിന് വർഷമായിട്ട് ഇഗ്നോർ ചെയ്തും നെഗ്ലക്ട് ചെയ്തും പീഡിപ്പിച്ച മനുഷ്യരെയാണ് നമ്മൾ ഈ സപ്പോർട്ട് സിസ്റ്റം കൊടുത്തിരിക്കുന്നതെന്ന് കാണുന്നുണ്ട്. പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ
ആ ആ, പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ നെഗറ്റീവ് ഡിസ്ക്രിമിനേഷനെ മറികടക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഈ ഒരൊറ്റ സമൂഹത്തിനകത്ത് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. തുല്യനീതി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോകം എല്ലായിടത്തും തുല്യമല്ലാത്ത പ്രശ്നമാണെന്ന് കാണാൻ ഒരു പാടുമില്ല. നമ്മുടെ സ്കെയിലിന്റെ പ്രശ്നമാണ്. നമ്മുടെ സ്കെയിലിലേക്ക് നമ്മൾ എത്തിച്ചേരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒന്നും ആരും ഇല്ല. ഉം, ഉം. പൗരബോധമുള്ള, തുല്യമായി ബോധരൂപീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ ജനറേഷനിലൂടെ നേരത്തെ ഉള്ളവർ മരിച്ചു മാറിയിട്ട് തന്നെയായിരിക്കും നമ്മൾ അത് മാറുന്നത്. ആ, അല്ലാതെ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ രൂപപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് മാറാനൊക്കത്തില്ല. ഇന്നലെ ആ, വരെ വീടിന് പുറത്ത് നിന്നിരുന്ന ആള് നമ്മളോടൊപ്പം കസേരയിട്ടിരുന്ന ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നവർ തന്നെയാണ് മനുഷ്യരെല്ലാം. അവിടെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അതായത് സംവരണങ്ങളുണ്ടല്ലോ. ഇപ്പൊ ആ ഹോളിവുഡില്, നമ്മള് കാലിഫോർണിയയില് ഹോളിവുഡിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ മൂവി ഇൻഡസ്ട്രിയിൽ പുതിയൊരു മാറ്റം കഴിഞ്ഞ കൊല്ലം അവർ കൊണ്ടുവന്നു. അതായത് എല്ലാ എത്നിസിറ്റിയിൽ നിന്നുള്ള ഇത്ര ശതമാനം ആൾക്കാര് കാസ്റ്റിംഗ്, അതല്ലെങ്കിൽ അവിടുത്തെ ഇതിൽ വേണം. ഓരോ മൂവിയിലും ഇത്ര ശതമാനം ഒഡീഷന് വിളിക്കണം. ഓഡീഷന് വിളിക്കണം എന്നുള്ളത് അവിടെ ഒരു റിക്വയർമെന്റ് ആയിട്ട് വെച്ചു. അവർക്ക് അതിൻ്റെ അതെ, മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ഉണ്ട്. അത്രയും റീച്ച് ആ അതൊക്കെ മൂവിക്ക് എനിക്കറിയാം. നമുക്ക് അതൊക്കെ അങ്ങനെ അല്ലാതെ ഒരു കാര്യവും ലോകത്തില്ല. ഇല്ല. നീതിയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ സാധ്യമായ നീതി എന്നാ ഞാൻ അതിന് പറയാറുള്ളത്. ഓക്കെ. ഒരു ഗിവൻ കോണ്ടക്സ്റ്റിനകത്ത് സാധ്യമായ നീതിയുണ്ട്. അതിന് ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ എഴുതിയ പുസ്തകത്തിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 52 പേര് ഉണ്ട്, 52 സീറ്റുള്ള ഒരു ബസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഫ്രണ്ട് സീറ്റ് വേണം എന്ന് ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ ഒക്കത്തില്ല. എല്ലാവർക്കും സൈഡ് സീറ്റ് വേണമെന്ന് വിചാരിച്ചാൽ കൊടുക്കാനൊക്കത്തില്ല. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. അത് അനീതിയുടെ ലോകമല്ല. ലോകത്ത് അതിന് ഒരു ബസ്സിന്റെ കാറിന്റെ ഒക്കെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ നീണ്ടാണ് അത് നിൽക്കുന്നതെങ്കിൽ അത് അങ്ങനെ കഴിയില്ല. അപ്പൊ ആ നീതി എന്ന് പറയുന്നത് റൊട്ടേഷൻ ബേസിൽ നമുക്ക് ഇന്ന് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുക, പക്ഷെ നാളെ യാത്ര ചെയ്യാത്തവരുടെ അടുത്ത് അത് പറഞ്ഞിട്ടും കാര്യമില്ല. ഒറ്റ തവണ യാത്ര ചെയ്യുന്നവരോട് നമ്മൾ നാളെ നിങ്ങൾക്ക് കൊടുക്കാം റൊട്ടേഷനിൽ. അതൊക്കെ ഓരോ സന്ദർഭത്തിനകത്ത് സാധ്യമായ നീതിയേ ഉള്ളൂ. അല്ലാതെ ശരിയായ ഒരു നീതി ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മളാണ് ഈ നീതി. ലോകത്ത് നീതിയുള്ള ലോകമില്ല, പ്രപഞ്ചത്തിൽ നീതിയില്ല. അങ്ങനെ ഒരു നീതിബോധമുള്ള ഒരു ദൈവം ഉണ്ടാക്കിയതല്ല ഈ പ്രപഞ്ചം. അതുകൊണ്ട് അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട. എന്താണ്, അഗ്നിപർവ്വതം പൊട്ടുന്ന സമയത്ത് നീതിയുള്ളവർ കുറച്ച് ആൾക്കാരുടെ മഴയില്, നല്ല ആൾക്കാരുടെ മണ്ടയിൽ മാത്രമേ അത് വീഴത്തുള്ളൂ എന്നുള്ളത്, സുനാമി അടിക്കുമ്പോൾ നല്ല ആൾക്കാരെ മാത്രമേ ഒഴിവാക്കിയാ ചെയ്യുന്നതെന്നൊക്കെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രപഞ്ചം ഇവിടെ ഇല്ല. മനുഷ്യർ നിർമ്മിക്കുന്നതാണ് നീതി. നമ്മുടെ ഏറ്റവും വലിയ നീതിബോധമാണ് എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഭൂമിയെന്നും നമ്മളെല്ലാം തുല്യരാണെന്നുള്ള നമ്മുടെ തിരിച്ചറിവാണ്. അത് തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, അത് ഉള്ളതല്ല. അത് നീതി ഇവിടെ ഉണ്ട്, അത് ആരെ തട്ടിക്കൊണ്ട് പോയി എന്നല്ല, നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് സാധ്യമായ നീതികൾ മാത്രമേ ഓരോ പോയിന്റിലും ഉള്ളൂ, അതല്ലാതില്ല. 52 ബസ്സുള്ള ഇതിന് പകരം നമുക്ക് ഒരു എന്താണ് ഒരു പ്ലേറ്റിന്റെ മറ്റേ എന്താണ് ഇവരുടെ സ്പേസിൽ നിന്ന് വരുന്ന ഫ്ലൈയിങ് സോസർ പോലത്തെ ഒരു ബസ്സാണ് ഉണ്ടാകുന്നെങ്കിൽ എല്ലാവർക്കും സൈഡ് സീറ്റും കൊടുക്കാം, ഫ്രണ്ട് സീറ്റും കൊടുക്കാം. എന്നാൽ അത് വൃത്തത്തിലായിരിക്കും. അപ്പൊ അത് കാരണം കൊണ്ട്, പക്ഷെ അങ്ങനെ അതുകൊണ്ട് റോഡിൽ ഓടിക്കാൻ പോകുമ്പോഴുണ്ടാകുന്ന മുഴുവൻ വിഷമവും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഞാനിത് അതിനുവേണ്ടി നമ്മൾ ഈ നീതി എന്ന് പറയുന്നത് അവിടെ ഇരിപ്പുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് അതിനുവേണ്ടി മെഷറിംഗ് റോഡാണ് നമ്മൾ ഭരണഘടനാപരമായി ഉണ്ടാക്കിയത്. നിയമത്തിന്റെ മുമ്പിൽ നമ്മൾ തുല്യരാണ്, പക്ഷെ നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ്. വ്യത്യസ്തരായ ആൾക്കാരെ എങ്ങനെയാണ് നിയമത്തിന്റെ മുമ്പിൽ തുല്യരാക്കുന്നതെന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു വോട്ട് കൊടുക്കുന്ന പ്രായം കൊണ്ടോ അറിവ് കൊണ്ടോ ബലം കൊണ്ടോ ധനം കൊണ്ടോ 2 വോട്ട് കിട്ടുന്നില്ല. അതാണ് നമ്മൾ, അത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ വോട്ട് ചെയ്യാനായിട്ടുള്ള അറിവ് സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടിയായിരിക്കുന്ന ഒരു കുട്ടിക്ക് വോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രായപൂർത്തിയാകുന്നത് വരെ കാത്തിരിക്കാനായിട്ട്. അപ്പൊ പ്രായപൂർത്തിയാകുന്ന 18ാമത്തെ വയസ്സിൽ പ്രായപൂർത്തിയാകുന്നവരുണ്ടാവും, 25ാമത്തെ വയസ്സിൽ പ്രായപൂർത്തിയാകുന്നവരുണ്ടാവും. ഇന്ന് നമുക്ക് ബ്രെയിനിനെ പറ്റിയൊക്കെ ഉള്ള അറിവ് വരുന്ന സമയത്ത് നമ്മൾ ഏതാണ്ട് 60 വയസ്സ് വരെ പ്രായപൂർത്തി ആയിക്കൊണ്ടിരിക്കുന്നവരാണെന്നൊക്കെ നമ്മളിപ്പോ കാണുന്നുണ്ട്. അപ്പോ അതത്ര എളുപ്പമൊന്നുമല്ല. എങ്കിലും നമുക്ക് ഒരു 25 വയസ്സ് വരെയൊക്കെ വെക്കാൻ പറ്റും.
പക്ഷെ 18 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ള റേഞ്ചിലായിരിക്കും. അപ്പൊ 18 വയസ്സിൽ പ്രായപൂർത്തി ആയ ആളുകളുണ്ടാകും, 25ാമത്തെ വയസ്സിലെ പ്രായപൂർത്തി ആകുന്നവരുണ്ടാകും. ഇവർ തമ്മിലുള്ള റേഞ്ചിനകത്ത് മാത്രമേ ആ റേഞ്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്പെക്ട്രം. ആ സ്പെക്ട്രത്തിന്റെ ലോകത്താണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇതാണ് പ്രോബ്ലം. ആ അപ്പൊ പുരുഷൻ സ്ത്രീ എന്ന് പറയുന്നതിന് നടുവിൽ പുരുഷനും സ്ത്രീയും അല്ലാത്തവർ സഹിതമാണ് മനുഷ്യർ എന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഈ പറയുന്നവര് വെളുത്തവരും കറുത്തവരും എന്ന് പറയുന്നതിനകത്ത് നടുവിലെ അത്ര കറുപ്പില്ലാത്തവരും നല്ലോണം കറുത്തവരും വെളുത്തവരും അത്ര വെളുപ്പില്ലാത്തവരും എന്നൊക്കെ പറയുന്ന അലോകത്തിലുള്ള സ്പെക്ട്രത്തിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. അപ്പൊ ഈ സ്പെക്ട്രമായി നിൽക്കുന്ന ഒരു പ്രപഞ്ചത്തിനകത്ത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ അപ്പോഴാണ് ഈ പറയുന്ന റേഞ്ച് വെച്ചിട്ട് ആ സന്ദർഭത്തിനകത്ത് സാധ്യമായതെന്ത് എന്നുള്ള ചോദ്യം വരും. അവിടെയാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പൊ സാധ്യമായ നീതിയും സാധ്യമായ ശരിയും ലോകത്ത് നടക്കത്തുള്ളൂ. അല്ലാതെ ശരിയും തെറ്റും എന്ന് പറയുന്നതോ കറുപ്പും വെളുപ്പും എന്ന് പറയുന്ന പോലല്ല പ്രപഞ്ചം ഇരിക്കുന്നതെന്ന് അറിയണം. ഈ സാധ്യമായ നീതിക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമോ? ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ബസ്സിനകത്ത് നമുക്ക് അപ്പം ആദ്യം പ്രായമായ ആളുകളെ കയറ്റുന്ന കാര്യം നമുക്ക് വെക്കേണ്ടി വരും. അതേപോലെ തന്നെ കുട്ടിയായിട്ട് വരുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവർക്ക് പ്രാഥമികമായിട്ട്, ഗർഭിണിയായിട്ട് വരുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടി വരും, വൈകല്യങ്ങളുള്ളവർക്ക് കൊടുക്കേണ്ടി വരും. ഇത് ഇങ്ങനെയാണ്. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന സംവരണ നയങ്ങളെല്ലാം വെക്കേണ്ടി വരും. അതിനുശേഷം ജനറൽ എന്ന് പറയുന്ന പോയിന്റ് വെക്കാൻ പറ്റുള്ളൂ. അത് അത്രയും സാധനങ്ങളൊക്കെ ഇന്ന് നമ്മൾ ലോകത്ത് എഴുതി വെക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. ഉണ്ട്. അതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ ആണോ ആർട്ടിമിസിൽ ഇനി ചന്ദ്രനിലേക്ക് പോകാനിരിക്കുന്ന ആൾക്കാരിൽ ഒരു വനിതയും ഒരു കറുത്ത വംശജനും മറ്റു നിറക്കാരും അങ്ങനെ ഉൾപ്പെടുന്ന 4 പേരാണ് ഇപ്പൊ അതിനുവേണ്ടി. അത് ആ നിറങ്ങളോ സാധനങ്ങളോ ഉണ്ടല്ല, അവർക്ക് കഴിവ് കൊണ്ട് അവർക്ക് കഴിവ് എക്സ്പ്രസ് ചെയ്യാൻ അനുവദിക്കായിരുന്നു. ഞാനൊരു 100 സയന്റിസ്റ്റ് സ്ത്രീകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അവരുടെ പേരില്ലാതിരിക്കുന്ന ചരിത്രത്തിലാണ് നമ്മളുള്ളത്. ആണ്, തീർച്ചയായിട്ടും. പക്ഷെ അതേ സമയത്ത് വില്യംസ് നമുക്ക് അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാ എനിക്ക് 100 കണക്കിന് ആൾക്കാരെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ റോസലിൻഡ് അവരാണ് ശരിക്കും പറഞ്ഞ ഇതിന്റെ പടമെടുത്തത്. വാട്സൺ ആൻഡ് ക്രിക്ക് കണ്ടുപിടിച്ച DNA പടമെടുത്ത അവരാണ്. അവരുടെ പേരില്ല, അവർക്ക് നോബൽ പ്രൈസ് കൊടുത്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ നമുക്കറിയാം. അപ്പം ഇവരെ പഠിക്കാൻ അനുവദിക്കാതിരുന്ന ഡിസ്ക്രിമിനേറ്ററി ആയ വളരെ വിവേചനപരമായ ഒരു സമൂഹത്തിന്റെ പ്രോഡക്റ്റിന് പരിഹാരമായിട്ടാണ് നമ്മൾ അതെല്ലാം വെക്കുന്നത്. അതൊക്കെ അങ്ങനത്തെ ശരികളായതുകൊണ്ട് മാത്രമല്ല. അതായത് നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അമേരിക്കയിൽ കഴിവുള്ള ആളുകള് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്നതല്ല കഴിവ്. അതൊക്കെ നമ്മൾ ഇതുപോലെ അറിയണം. കാണാതെ പഠിച്ച് എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ കാണാതെ പഠിച്ച ഭാഗ്യം കൊണ്ട് മാത്രം ഒന്നാമതാകുന്നവരെല്ലാവരും. അല്ലാതെ പ്രോസസ്സിനെ പറ്റി അറിയുന്ന അറിവല്ല. അപ്പൊ പ്രോസസ്സിനെ പറ്റിയുള്ള അറിവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അപ്പൊ ഇവരെ പരിഗണിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് വരേണ്ടത്. അത് കാരണം നേരത്തെ വിവേചനപരമായി അവരോടെല്ലാം പെരുമാറിയിരുന്നു. കറുത്തവരായിരിക്കുന്നവരോട് പെരുമാറിയിരുന്നു, സ്ത്രീകളായിരിക്കുന്നവരോട് പെരുമാറിയിരുന്നു, നമ്മൾ അന്യദേശക്കാരെന്ന് വിചാരിക്കുന്നവരോട് പെരുമാറിയിരുന്നു എന്ന് പറയുന്നതിനാണ് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കൊണ്ടുവരേണ്ടത്. എന്ന് പറയുന്ന കാരണം കൊണ്ട് അവർക്ക് കഴിവില്ലാത്തവരാണെന്നുള്ളത്, അവർ കഴിവില്ലാതെയാണ് അവിടെ എത്തുന്നതെന്ന് പറയുന്ന കഥ പഠിപ്പിക്കാനൊന്നും ആരും ശ്രമിച്ചിട്ട് അതൊന്നും നമ്മൾ കേട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. എനിക്ക് തോന്നുന്നു എൽജോയുടെ ചോദ്യത്തിൽ, അതായത് നമുക്കൊരു 6 വയസ്സുള്ള പെൺകുട്ടിയാണ് നമുക്കുള്ളതെങ്കിൽ ഇവരുടെ ഈ തൊലിനിറ വ്യത്യാസം കൊണ്ട് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ റേസിസവും അതിനനുസരിച്ച് സ്കൂളിൽ തന്നെ ബുള്ളിയിങ്ങും അവർ നേരിടുന്നുണ്ട്. അപ്പൊ അവർക്ക് നല്ല കഴിവുള്ള കുട്ടികളായിരിക്കാം. അപ്പം ആ കുട്ടികൾ ഈ ബുള്ളിയിങ് ഓവർകം ചെയ്യാനായിട്ട് അവർ കൊടുക്കുന്ന ആ എനർജി, ആ പ്രായത്തില് അത് അവർക്കുണ്ടാക്കുന്ന ചെറിയ ട്രോമകൾ, അപ്പൊ അത് ഇവരുടെ കഴിവിനെ സപ്രസീവായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഇന്ത്യ പോലെ രാജ്യത്തു നിന്ന് വന്നിട്ട് ആ കംപ്ലൈന്റ് വെക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ ഈ പറയുന്നേ. ഓൾറെഡി തലമുറകളായിട്ട് അതിന്റെ എത്രയോ വർഷമായ ജാതിയിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന നാട്ടിൽ നിന്നല്ലേ. നമ്മുടെ അത്രയും റേസിസ്റ്റുകളായിട്ട് ലോകത്തെ ആരുമില്ല. കറക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വെളുത്തവരും കറുത്തവരും എന്ന് പറയുന്ന കഥ മാത്രമൊന്നും അല്ല. വെളുത്തും കറുത്തും ഒക്കെ ഇരുന്നിട്ടും ഒരു കാര്യമില്ല. ജാതിപരമായി ടാഗ് ചെയ്ത് പേരിട്ട് ഡിസ്ക്രിമിനേഷൻ ബിൽട്ടിൻ ചെയ്ത സമൂഹങ്ങളാണ് നമ്മുടേത്. അത്രത്തോളം ശക്തമല്ല ഈ രാജ്യത്തൊക്കെ ഉള്ളത്.
ഇവിടെ ഒരിക്കലും നമുക്ക് ഇവിടെ ഉള്ളത് കറുപ്പും വെളുപ്പും തന്നെയാണ് മാക്സിമം വരുന്നത്. ഇപ്പൊ നമ്മള് എന്താണ് ലാറ്റിനോ എന്ന് വിളിക്കുന്ന സ്പാനിഷ് സംസാരിക്കുന്ന സ്ഥലത്തു നിന്ന് വരുന്നവരോട് ഒക്കെ, അല്ലെങ്കിൽ നേരത്തെ ചൈനക്കാരോട് അവര് അങ്ങനെ പെരുമാറിയിരിക്കുന്നത് മഞ്ഞ എന്നാ അവരെ ഈ വെളുത്തവരെക്കാളും വെളുത്തവരാണ് ചൈനക്കാര്. അതുകൊണ്ട് അവര് വെളുത്തത് അത്രയും സഹിക്കാൻ വയ്യാതെ ആയതുകൊണ്ട് മഞ്ഞയാണെന്ന് വിളിക്കുന്നവരെ വരെ എത്തി. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പൊ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നവൻ ഏത് സാധനവും വെച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. തീർച്ചയായിട്ടും. അപ്പൊ അതിൽ അപ്പൊ നിന്ന് അതിന് ഇവിടെ കൊടുക്കുന്ന നമ്മൾ അനുഭവിക്കാതിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. തീർച്ചയായിട്ടും ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട്, നമ്മൾ ബംഗാളികളൊക്കെ വന്ന് ജോലി ചെയ്യുമ്പോ നമുക്ക് അവർ നമ്മുടെ ഒരേ രാജ്യത്തുള്ളവരാണ്. ഞാൻ പറഞ്ഞില്ല, ബംഗാളി എന്ന് ഇയാൾ വിളിക്കുന്നത് തന്നെയാണ് വടക്കേ ഇന്ത്യക്കാരനായിരിക്കുന്ന ആളിനെ ബംഗാളി എന്ന് വിളിക്കുന്നതാണ് ലേബൽ ചെയ്യുന്നത്. ഇവിടുത്തെ ലാറ്റിനോ എന്ന് വിളിക്കുന്ന അതേ വിളിയാണ്, വിവേചനപരമായ വിളിയാണ്. കാരണം അവര് ബംഗാളിൽ നിന്ന് വന്നവർ പോലും അല്ല, അവര് ബീഹാറിൽ നിന്ന് വന്നവരാ. അവരുടെ ഐഡന്റിറ്റി പോലും ഇയാൾ അംഗീകരിച്ചിട്ടില്ല. അവര് ജാർഖണ്ഡിൽ നിന്ന് വരുന്നവരാണ്, അത് ഇയാൾ ചെയ്തിട്ടില്ല. ഇയാൾ അങ്ങനെ മനസ്സിലാക്കണം. യു പി നിന്ന് വന്നവരെ എല്ലാം ഇയാൾ ബംഗാളി എന്നാ വിളിക്കുന്നേ. അത് എന്റെ തെറ്റ്, ഞാനത് ക്ഷമ ചോദിക്കുന്നു. അല്ല, ഞാൻ ഇയാളെ തെറ്റെന്ന് പറയാനല്ല, ഞാനത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ഈ വിവേചനപരമായി പെരുമാറുന്നു എന്ന് പോലും അറിഞ്ഞുകൂടാത്തവരും കൂടാ നമ്മള്. ആണ് തീർച്ചയായിട്ടും. നമ്മളെല്ലാവരും ഇതിന് ബാധ്യതയുള്ളതാണ്. അല്ലാതെ ഇവിടുത്തെ വൈറ്റ് സൂപ്രമേസിസ്റ്റുകളല്ല. ലോകത്ത് മനുഷ്യരിങ്ങനെ വിവേചനപരമായി മറ്റുള്ളവരോട് മറ്റുള്ളവർ നമ്മൾ എന്ന് തരംതിരിവോടാണ് മനുഷ്യർ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. നമ്മുടെ ഗോത്രത്തിനോട്, നമ്മുടെ ആൾക്കാരോട് സവിശേഷമായ ഇഷ്ടം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നതാണ് കൂറ്. അത് പ്രഖ്യാപിച്ചാലേ പറ്റത്തുള്ളായിരുന്നു. ഇന്ത്യക്കാരനാണെന്ന് പ്രഖ്യാപിക്കാൻ ബാധ്യത വരുന്നുണ്ട്. അമേരിക്കക്കാരനാണെന്ന് ഇവിടെ കൊടിയൊക്കെ കുത്തി ഇവിടുത്തെ ആൾക്കാർ നിൽക്കുന്ന കാണുമ്പം അതിനേക്കാളും മോശപ്പെട്ട ഒരു റിലീജിയൻ ഇല്ല. ഈ കൊടി കുത്തുന്നവന്മാർ മുഴുവൻ മറ്റുള്ളവരെ കൊച്ചാക്കാനാണ് ആ കൊടി കുത്തുന്നത്. എല്ലാവരും കൊടി കുത്താനാണെന്ന് പറയണം. അല്ല, കുറച്ചു പേര് കൊടി കുത്തുന്ന കാര്യം എന്താണ്? ഈ അമേരിക്ക മുഴുവനും ഞങ്ങൾ നിങ്ങളെക്കാളും മേളെയാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള കുത്തലാണ്. അത്രയും വിവേചനമാണ് ഏത് നാട്ടിനകത്തും. ഈ ജാതീയമായ വിവേചനം തന്നെയാണ്. അത് മതത്തിന്റെ പേരിലായാലും ശരി, ജാതിയുടെ പേരിലായാലും ശരി. ജാതി എന്ന് പറയുന്നത് ട്രൈബാണ്. ട്രൈബൽ ആയിട്ടുള്ള ഐഡന്റിറ്റികളുമായിട്ട് ബന്ധപ്പെട്ടായാലും, നിറവുമായി ബന്ധപ്പെട്ടതായാലും, ജെൻഡറുമായി ബന്ധപ്പെട്ടതായാലും, ഒരു എത്തിനിക്കായിട്ട് ഒരു പ്രദേശത്തെ വാസികളായിരിക്കുന്നു, ഭാഷാപരമായി ഒക്കെ വിവേചനം ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അത് കാരണം കൊണ്ട് ഇവിടെ മാത്രമുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ കുലത്തിന്റെ പ്രശ്നമാണ്. മനുഷ്യരുടെ ഏത് രാജ്യത്ത് കറുത്തവർ മാത്രം ഉള്ളിടത്ത് ചെല്ലുന്ന സമയത്ത് അവിടെ ധനത്തിന്റെ മേളിലായിരിക്കും വിവേചനം നിൽക്കുന്നത്. വിവേചനം അവിടെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കുടുംബത്തിന്റെ പാരമ്പര്യം പറഞ്ഞിട്ട് അവിടെ വിവേചനം ഉണ്ടാക്കും. ഈ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ എങ്ങനെയാണ് ഈ സർനെയിംസ് മുഴുവൻ എത്ര പ്രാധാന്യപ്പെട്ടത്? അവരെന്താ വെളുത്തവരായിരിക്കുന്ന മറ്റുള്ളവർ വെളുത്തവരല്ലാതെ ഇരിക്കുന്നുണ്ട്. അവിടെ എല്ലാം ഗോൾഡ് സ്മിത്ത് എന്നും ബ്ലാക്ക് സ്മിത്ത് എന്നും പേരിന്റെ കൂടെ ചേർക്കേണ്ടി വരുന്ന എന്തുകൊണ്ടായിരുന്നു? കവിത എഴുതി വരുത്തനാണല്ലോ ഗോൾഡ് സ്മിത്ത്. വല്ല കാര്യമുണ്ടോ? അവൻ ഗോൾഡ് സ്മിത്ത് എന്ന് അവന്റെ വീട്ടിൽ അവന്റെ പേര് എഴുതി വെക്കേണ്ടി വരുന്നില്ലേ? കുലത്തൊഴിൽ എഴുതി വെക്കാൻ ബാധ്യത വന്നിരുന്ന സമൂഹങ്ങൾ തന്നെയാണ് അതെല്ലാം. റോമിയോ ജൂലിയറ്റിന്റെ കഥ ഉണ്ടായത് ഇന്ത്യയിലോ ഇവിടെയോ അല്ല, അമേരിക്കയിലോ അല്ല, അത് ഇംഗ്ലണ്ടിലാണെന്ന് അറിയണം. അപ്പൊ ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഇത് എല്ലാ സ്ഥലത്തും ഏത് കാര്യവും പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു ജീവിയാണ് നമ്മൾ. തരം കിട്ടിയാൽ നമ്മുടെ സഹോദരങ്ങളെടുത്ത് നമ്മളത് കാണിക്കും. നമ്മൾ കല്യാണ വീട്ടിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള വസ്ത്രമിട്ട് മറ്റുള്ളവരെ ചെറുതാക്കുന്നവരാണ് നമ്മൾ. മനസ്സിലായി. ഒരുപാട് നന്ദി. അതുകൊണ്ട് അത് ഇവിടെ എവിടെങ്കിലും പറ്റുന്നൊന്നുമല്ല. നിങ്ങളുടെ ഏത് ആഘോഷത്തിനകത്ത് നിങ്ങൾ പോയാലും നമ്മള് ഏറ്റവും വില കൂടിയ വാച്ചിട്ടും ഏറ്റവും നല്ല വസ്ത്രം ഇട്ടും ബ്രാൻഡ് ഇട്ടൊക്കെ ചെന്ന് നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ വിചാരിക്കുന്നവരെ മുഴുവൻ കൊച്ചാക്കുന്നവരാണ്. അങ്ങനെ വിവേചനപരമായി പെരുമാറുന്ന ഒരു ജീവിയാണെന്ന് മനസ്സിലാക്കണം. അതല്ലാതെ അത് വെള്ളക്കാര് മാത്രം മറ്റുള്ളവരോട് കാണിക്കുന്നതോ ഒന്നുമല്ല. വിവേചനപരമായി പെരുമാറുന്നതിന് മറ്റുള്ളവരെ നമ്മൾ രണ്ടാമതാക്കി മെച്ചപ്പെടുന്നതിന് വേണ്ടിയുള്ള ത്വരയുള്ള ഒരു ജീവിയും കൂടാണ്. അത് പഠിച്ചും പരിശീലിച്ചും മാത്രം അത് കുറയ്ക്കാൻ, ഇല്ലാതാകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് കുറയ്ക്കാൻ, അതിന്റെ ഗൗരവം കുറയ്ക്കാനും അതിന്റെ തീവ്രത കുറയ്ക്കാനും നമുക്ക് കഴിയും. അത്രേ കഴിയൂ. ഒരുപാട് നന്ദി. അത് നല്ലൊരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. നല്ലൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇത്. നമ്മുടെ
ചെറുപ്പം മുതലേ നമ്മുടെ ചുറ്റുവട്ടവും ഉള്ളതാണ്. അത് നമ്മൾ ഇവിടെ മാത്രം നേരിടുന്നതെന്നല്ലോ അല്ല ആ എന്നുള്ള നമ്മൾ വന്നങ്ങോട്ട് അനുഭവിക്കുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്ക് സൂപ്രമേസിസ്റ്റുകളായ അമേരിക്കക്കാരെക്കാളും വർണ്ണവെറിയന്മാരായ വേറെ ഒരാളും ആകണ്ട. കാരണം ജാതി കൊണ്ട് നമ്മൾ അത്രത്തോളം ചെയ്തിട്ടുള്ള മനുഷ്യരാണ്. ആണ്. ഇന്നും മലത്തിനോടൊപ്പം കളഞ്ഞിട്ടുള്ള മനുഷ്യരുള്ള നാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഒരുപാട് നന്ദി. ആദ്യത്തെ ചോദ്യമായിട്ടുള്ള വാട്ട് ഈസ് ഇനഫും രണ്ടാമത്തെ ചോദ്യമായിട്ടുള്ള ഐഡന്റിറ്റി ക്രൈസിസും റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിലിംഗ് തന്നിട്ടുള്ള ഉത്തരങ്ങളായിരുന്നു. ഒരുപാട് നന്ദി. നമ്മുടെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം തന്ന മൈത്രേയൻ ഒരുപാട് നന്ദി. നമുക്കൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം അടുത്ത ചോദ്യങ്ങളിലേക്ക് തുടരാം. അതെ, ഞാൻ ഒരു 1 hour ആണ് സെഷൻ ഇട്ടിരുന്നത്. ആ 1 hour സെഷൻ അത് റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഒരു ലിങ്ക് ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു 2 more questions ഉണ്ട്. സാറിന് ടൈം ഓക്കെ അല്ലേ? ഞാൻ ഈ ചോദ്യമെല്ലാം കണ്ടപ്പോ ഇന്ന് എണ്ണീറ്റ് പോകാൻ പറ്റത്തില്ലെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. അല്ല, കുറച്ച് ഞാനിവിടെ വെള്ളം എടുത്ത് വെച്ചിരുന്നു, അവിടെ അങ്ങനെയൊന്നും കണ്ടില്ല. അല്ല കുഴപ്പമില്ല, ഞാൻ വെള്ളത്തിന്റെ പ്രശ്നമൊന്നും അല്ല. ഞാന് ചോദ്യം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഒരു ദിവസം അല്ല 2-3 ദിവസം സംസാരിച്ചാൽ തീരുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ എഴുതി അയച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞൂടായിരുന്നു.